നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. കേരളം മുഴുവൻ കൂടോടെ ഇളകി പോളിംഗ് ബൂത്തിൽ എത്തിയതിന്റെ കണക്കുകളാണ് പുറത്തേക്ക് വരുന്നത്. ഏകദേശം ഒരു 75-80 അടുത്തുവെന്ന് തോന്നുന്നു പോളിംഗ് ശതമാനം. അപ്പോൾ വലിയ ഒരു നിലയിലേക്ക് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനം വോട്ട് രേഖപ്പെടുത്താൻ എത്തി. ഇതാരുടെ നെഞ്ചത്തിട്ടുള്ള കുത്താണ് എന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഇത് ശരിക്കും ഏകാധിപത്യത്തിന് ഒരു അന്ത്യം കുറിക്കാനുള്ള നീക്കമാണ് എന്നുള്ള തരത്തിലേക്കൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ വോട്ട് ചെയ്തിറങ്ങിയ മുഖ്യമന്ത്രി പറഞ്ഞത് ജനങ്ങൾ ഞങ്ങളോടൊപ്പം, ഞങ്ങൾ ജനങ്ങൾക്കൊപ്പം എന്നുള്ളതാണ്. ശരിക്കും ഈ കഴിഞ്ഞ തവണത്തേക്കാളൊക്കെ വെച്ച് നോക്കുമ്പോൾ ജനം എല്ലാവരും വോട്ട് രേഖപ്പെടുത്താൻ എത്തുമ്പോൾ ഈ ഒരു കാഴ്ചയിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒരു ഭരണവിരുദ്ധ വികാരത്തിനെതിരെയുള്ള ഒരു മറുപടി കൊടുക്കുക എന്നുള്ളത് തന്നെയാണോ? നമ്മുടെ ഈ ചർച്ച ഇപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇനി വോട്ടെടുപ്പ് തീരാൻ ഏകദേശം 20-25 മിനിറ്റ് ബാക്കിയുള്ളൂ. വോട്ടിംഗ് ശതമാനം ഏകദേശം 77-ലെത്തി. അതാണ് ഇപ്പോഴത്തെ കണക്കുകൾ. ക്യൂവിലുള്ള മുഴുവൻ ആളുകളും വോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് 80% മുകളിലേക്ക് ഉയരും. അവസാനവട്ട കണക്കുകൾ പൂർത്തിയാക്കുമ്പോൾ ഒരുപക്ഷെ 83-84. കേരളത്തെ അതിശയിപ്പിക്കുന്നൊരു പോളിംഗ് റേറ്റാണ്. ഇതിന് ഈ വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണമൊക്കെ കാരണമായി പറയുന്നുണ്ട്. എങ്കിലും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയൊരു വാശി നമ്മൾ കണ്ടു. അങ്ങനെ എല്ലാത്തിനും ഒടുവിൽ ഇപ്പോൾ പെട്ടിയിലായി ഇരിക്കുകയാണ്. ആരാണ് പെട്ടിയിലായിരിക്കുന്നത് എന്ന് മാത്രമേ ഇനി നമുക്ക് അറിയാനുള്ളൂ. ഇതിനിടയിൽ വലിയ വാഗ്വാദങ്ങളും പന്തയങ്ങളും ഒക്കെ നടക്കും. നീണ്ട ഒരു കാലയളവുണ്ട് ഇനി പെട്ടി പൊട്ടിച്ച് വോട്ടിംഗ് നില പരിശോധിക്കാൻ. ആർക്കാണ് അനുകൂലമായ ഒരു തരംഗമില്ല എന്നൊരു കൂട്ടർ പറയുന്നു, മറ്റൊരു കൂട്ടർ തരംഗം എന്ന് പറയുന്നു. പക്ഷേ വലിയ വെപ്രാളം ഈ പോളിംഗിനിടയിൽ നമ്മൾ കണ്ടു. ഒട്ടനവധി സ്ഥലങ്ങളിൽ കള്ളവോട്ടിനുള്ള ശ്രമങ്ങൾ, ബൂത്തിൽ റിട്ടേണിംഗ് ഉദ്യോഗസ്ഥരുമായി, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായി വാക്കേറ്റം. സന്ദീപ് വാര്യരൊക്കെ വലിയ വാക്കേറ്റത്തിൽ ഏർപ്പെടുന്ന നമ്മൾ കണ്ടു. അവിടെയും കള്ളവോട്ടിനെ ചൊല്ലിയാണ് തർക്കങ്ങൾ ഉടലെടുത്തത്. പയ്യന്നൂരിലെ PV കുഞ്ഞികൃഷ്ണൻ പറയുന്ന വ്യാപകമായ കള്ളവോട്ടിന് CPM ശ്രമിച്ചുവെന്നാണ്. പയ്യന്നൂർ മാത്രമല്ല, കാസർഗോഡ് ജില്ലയിൽ നമ്മൾ നിരവധി സ്ഥലങ്ങളിൽ കേട്ടു. പാലക്കാട് കള്ളവോട്ട് ആരോപണമുയർന്നു. മറ്റ് ചില പ്രദേശങ്ങളിൽ, ഇപ്പോൾ പൂഞ്ഞാർ പോലെയുള്ള മണ്ഡലങ്ങളിൽ, അവിടെ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഒരു സംഘർഷം ലഘൂകരിക്കാനെത്തി. പക്ഷേ പോലീസുമായി തട്ടിക്കയറി. SIയോട് പറയുന്നത് DGPക്ക് മുകളിലാണ് താൻ, നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കണം. മര്യാദ പഠിപ്പിക്കാൻ ശ്രമിച്ച സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനെ ആ SI മര്യാദ പഠിപ്പിക്കുന്നത് കണ്ടു. പേടിപ്പിക്കാനൊന്നും നോക്കണ്ട സാറേ എന്നാണ് അയാൾ പറയുന്നത്. ഇത് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ഈ ഭരണകൂടത്തോട് പറയുന്നത്. പേടിപ്പിക്കാനൊന്നും നോക്കണ്ട സാറേ. എല്ലാം അവസാനിക്കുന്നു എന്ന തോന്നൽ ഉദ്യോഗസ്ഥരിൽ, പോലീസുകാരിൽ, സാധാരണ ജനങ്ങൾക്കിടയിൽ. അവരൊക്കെ ഈ ഭരണകൂടത്തിന് നേർക്ക് ചൂണ്ടുവിരൽ ഉയർത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. പോളിംഗ് സ്റ്റേഷനിൽ ചൂണ്ടുവിരൽ കാട്ടിക്കൊടുത്ത ജനങ്ങൾ പുറത്തിറങ്ങി സർക്കാരിന് നേർക്ക് ചൂണ്ടുവിരൽ ഉയർത്തുകയാണ്. ഞങ്ങൾ പേടിക്കില്ല സാറേ. ഇതാണ് ആ ചൂണ്ടുവിരൽ ഉയർത്തുമ്പോൾ നമുക്ക് മുന്നിലേക്ക് വരുന്നൊരു സന്ദേശം. ശക്തമാണ്, വ്യക്തമാണ്. പോളിംഗ് ശതമാനം ഇത്ര കണ്ട് ഉയരുമ്പോൾ ഇത് ഇടതുപക്ഷത്തിനെതിരെയുള്ള ഒരു വിധിയെഴുത്താണോ എന്നതാണ് ഏറ്റവും വലിയ തർക്കം. പിണറായി വിജയൻ ഒരു പുരാവസ്തു പീസാകും എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ പരിഹാസം. ഈ പുരാവസ്തു പീസിനെ ഇനി ആര് കൊണ്ടുപോകും? മാൻട്രക്കിനെ ആര് കൊണ്ടുപോകും? അമേരിക്കയിലേക്ക് വേണം ഞങ്ങൾ കയറ്റി അയക്കാം. പക്ഷേ അമേരിക്കയും ഇത്തരം വേസ്റ്റുകൾ ഇപ്പോൾ എടുക്കാറില്ല. ഇത്തരം കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. നിരവധി തർക്കങ്ങൾ, നിരവധി പന്തയങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് കാണാം. ആര് ജയിക്കും വ്യക്തമായി ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. അഭിപ്രായ സർവേകൾ, ഇനിയിപ്പോൾ എക്സിറ്റ് പോളുകൾ വരും. ഒപ്പീനിയൻ സർവേയിൽ നമുക്ക് വ്യക്തതയില്ല. കാരണം പല മാധ്യമങ്ങളും പലതാണ് പറഞ്ഞു വെച്ചത്. പക്ഷേ ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ വലിയ പിണറായി വിരുദ്ധത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വലിയ ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ നിഴലിക്കുന്നുണ്ട്. പക്ഷേ ഈ ഭരണവിരുദ്ധ വികാരം ഏത് തലത്തിലേക്കാണ് പോകുന്നത്? കാരണം ഒരു വശത്ത് NDA മുന്നണിയുണ്ട്, മറുവശത്ത് UDF മുന്നണിയുണ്ട്. രണ്ട് കൂട്ടർക്കുമായി വിഘടിക്കപ്പെട്ടാൽ അത് LDFന് അനുകൂലമാകും. നമ്മൾ ഇന്ന് ചിറ്റൂരിലെ ഒരു BJP സ്ഥാനാർത്ഥിയുടെ ഒരു പോസ്റ്റ് കണ്ട് ഫേസ്ബുക്കിൽ. ചിറ്റൂരിലെ BJP സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കുകയാണ്. ഇതൊരു വിവാദമായപ്പോൾ അദ്ദേഹം പറഞ്ഞത് തൻ്റെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്യപ്പെട്ടുവെന്ന്. ഇതാണ്
കേരളത്തിൽ ഉയർന്നിരിക്കുന്ന ഏറ്റവും വലിയ സംശയം, ഇവിടെ ഒരു ഡീല് നടന്നിരുന്നു, BJPക്കും LDFനും ഇടയിൽ ഡീല് നടന്നു എന്നാണ് പരക്കെയുള്ള ആക്ഷേപം. മറുവശത്ത് കോൺഗ്രസിനുള്ളിൽ പരസ്പര കുതികാൽവെട്ടും പാരവെപ്പുകളുമൊക്കെ നടന്നു എന്ന തരത്തിൽ ഇപ്പോൾ വാർത്തകൾ പരന്നു തുടങ്ങി. ഏറ്റവും ആദ്യം ഇത്തരം വാർത്തകളുടെ നെടുനായകനായി ഇപ്പോൾ മാറിയത് കെ സുധാകരനാണ്. സുധാകരന് സംഭവിച്ച, മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ സംഭവിച്ചൊരു നാക്കുപിഴ, തുടർഭരണം അവസാനിക്കുന്നില്ല എന്നാണ് സുധാകരൻ പറഞ്ഞത്. സുധാകരൻ പേരാവൂരിൽ ചെറിയ പണിയൊക്കെ ഒപ്പിക്കും എന്ന പൊതുപ്രതീതിയും നിൽപ്പുണ്ട്. കാരണം സണ്ണി ജോസഫ് എഴുതിയ കത്ത്, ആ കത്ത് പുറത്തുവിട്ടതും ചില ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു. സുധാകരൻ്റെ ആൾക്കാർ പേരാവൂരിൽ സണ്ണിക്കിട്ട് പണിതാൽ അത് UDFന് വലിയ ക്ഷീണമാകും. മലബാറിലെ വോട്ട് നിലവാരം എങ്ങനെയെന്ന് നമുക്കിപ്പോൾ പ്രവചിക്കുക. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, മലപ്പുറം, കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിൽ മുസ്ലിം ലീഗ് വളരെ കെട്ടുറപ്പോടെ ഈ മത്സരത്തിൽ നിലകൊണ്ടു. UDFൻ്റെ വിജയത്തിന് വേണ്ടി കുഞ്ഞാലിക്കുട്ടി ഓടിപ്പാഞ്ഞ് നടന്നു. കാരണം അവരെ സംബന്ധിച്ച് ഇതൊരു മരണവെപ്രാളത്തിൻ്റെ പക്കിലക, ഭരണമില്ലെങ്കിൽ എല്ലാം തകരും എന്ന ഘട്ടത്തിലാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഭരണം കൂടിയേ തീരും. മറിച്ച് കോൺഗ്രസിലേക്ക് വരുമ്പോൾ അവസാന നിമിഷം VD സതീശൻ ആളിക്കത്തുന്ന നിരവധി കാഴ്ചകൾ നമ്മൾ കണ്ടു. ഇന്നലെ ഈ വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ സംബന്ധിച്ച ഒരു പ്രതികരണം, അത് 60 ലക്ഷം ആളുകൾ ആ റീല് കണ്ട്. യൂത്തിനെ കയ്യിലെടുക്കാൻ സതീശന് കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസം കോൺഗ്രസ് പാളയത്തിലുണ്ട്. ഇതൊക്കെ ചിതറിയ ചിത്രങ്ങളാണ്. നമുക്ക് യാഥാർത്ഥ്യബോധത്തോടെ ഈ വോട്ടിങ്ങിനെ ഒന്ന് വിലയിരുത്തുമ്പോൾ ഇനിയിപ്പോൾ ആർക്കാണ് അനുകൂലം എന്ന് വെറുതെ നമുക്ക് ശൂന്യതയിൽ നിന്നൊന്നും പറഞ്ഞുകൂടാ. എങ്കിലും ഒരു ഭരണവിരുദ്ധതയുണ്ടെന്നും ആ ഭരണവിരുദ്ധത UDFന് അനുകൂലമായ ഒരു തരംഗമാകുമെന്നുമുള്ള ഏറിയ കൂറ് പ്രതികരണങ്ങളാണ് നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത്. ആ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഇന്നലെ സാറ് സംസാരിക്കുമ്പോൾ നമ്മൾ ചർച്ച എടുത്തപ്പോൾ പറഞ്ഞിരുന്നു സതീശൻ ഒരു നിലപാടുള്ള നേതാവാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പലപ്പോഴും സതീശൻ്റെ ഇമാതിരി ഗിമ്മിക്കുകൾ, വോട്ട് പിടിക്കാനുള്ള അവസാന ചില നീക്കങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന 58 ലക്ഷം പേര് കണ്ടു എന്ന് പറയുന്ന ആ ഒരു വീഡിയോ, സതീശൻ വാഹനങ്ങളുടെ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ചെറുപ്പക്കാരെ കയ്യിലെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വാഗ്ദാനമായിരുന്നു അത്. പക്ഷേ അത് ഇവർ അധികാരത്തിൽ വന്നാൽ ഇവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണോ? അതിലൊരു സത്യാവസ്ഥ എന്താണ്? അതുപോലെ തന്നെ പല നുണകൾ മാധ്യമങ്ങൾ, അതായത് വീഡിയോ സഹിതം പുറത്തു വന്ന സതീശൻ പറഞ്ഞിട്ടുള്ള പല സ്റ്റേറ്റ്മെൻറ്റുകളും പിന്നീട് സതീശൻ അത് മാറ്റി പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അല്ല, ഈ വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരുകൾക്ക്, അതത് സംസ്ഥാന സർക്കാരുകൾക്ക് നിയമം രൂപീകരിക്കാൻ കഴിയും. നമുക്കറിയാം, തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമൊക്കെ ഒരുപാട് ലൈറ്റുകളൊക്കെ പിടിപ്പിച്ച ടൂറിസ്റ്റ് ബസ്സുകൾ ഇവിടേക്ക് വരും. നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകളിൽ ഒരുവിധ മോഡിഫിക്കേഷൻ അനുവദിക്കത്തില്ല. അതിൻ്റെ പെയിൻറ്റിങ് ഉൾപ്പെടെ എല്ലാം കർശനമായ വ്യവസ്ഥകളുണ്ട്. ഈ വാഹനങ്ങളൊക്കെ ഇങ്ങനെ പരിഷ്കരിച്ച് വികൃതമാക്കി ചെകുത്താനെ പോലെ നടക്കണം എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സതീശൻ ഇന്നലെ പറഞ്ഞിരുന്നു ചെറിയ ചില മോഡിഫിക്കേഷൻസ്. സതീശനെ സംബന്ധിച്ച് ഒരു വശത്ത് നമുക്ക് നിലപാട് തുടർച്ചയായി കാണാൻ കഴിയും, മറുവശത്ത് ഇത്തരം ചില ഇലക്ഷൻ തന്ത്രങ്ങൾ സ്വായത്തമാക്കിയ വ്യക്തിയാണ്. നിലപാടുകളിൽ എപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്ന് നമുക്കിപ്പോൾ പറയുക വയ്യ. കാരണം സതീശനെടുത്ത നിലപാടുകളിൽ സതീശൻ വെള്ളം ചേർത്തിട്ടില്ല. നമുക്ക് മുന്നിൽ തെളിവുകളായി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടം വിഷയം, അങ്ങനെ ഒട്ടനവധി നിലപാടുകളുണ്ട്. PV അൻവറിൻ്റെ കാര്യത്തിൽ കട്ടയ്ക്കുള്ള നിലപാടാണ് സതീശനെടുത്തത്. പക്ഷേ ഏറ്റവും ഒടുവിൽ മുന്നണിക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദത്തിന് മുന്നിൽ. നിലമ്പൂരിൽ നിന്ന് വീണ് കിട്ടിയ ഒരു മുത്തായി PV അൻവറിനെ, ഇടതുപക്ഷത്ത് നിന്ന് തെറിച്ചു വന്ന PV അൻവറിനെ കുഞ്ഞാലിക്കുട്ടിയും പാണക്കാടുമൊക്കെ ഒക്കത്ത് വെച്ചപ്പോൾ അവിടെ തന്നെ സാറ് പറഞ്ഞു ലീഗിൻ്റെ ചില നീക്കങ്ങൾക്ക് മുൻപിൽ, സമ്മർദ്ദങ്ങൾക്ക് മുൻപിൽ വഴങ്ങേണ്ടി വന്നു. ലീഗിൻ്റെ സമ്മർദ്ദത്തിന് മുന്നിൽ വഴങ്ങാതെ ഇവിടെ ഒരു കോൺഗ്രസ് നേതാവും വാഴില്ല. കാരണം ഇതിൻ്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയല്ലേ. 10-20 സീറ്റുമായിട്ട് വരുന്ന ലീഗിനെ ഒഴിവാക്കി ഒരു കോൺഗ്രസ് നേതാവിന് ആർജവത്തോടെ തീരുമാനം എടുക്കാൻ കഴിയുമോ? അതിന് സതീശനല്ല, രമേശ് ചെന്നിത്തലയല്ല, KC വേണുഗോപാൽ രംഗത്തെത്തിയാലും ലീഗിന് മുന്നിൽ മുട്ട് വളച്ചേ തീരൂ. ലീഗ് ഇപ്പോൾ പമ്മിയിരിക്കുകയാണ്. പക്ഷേ ഈ ലീഗ് കുറച്ച് കഴിഞ്ഞ് പത്തിരിക്കും. ലീഗിനെ സംബന്ധിച്ച് അധികാരം അവർക്ക് കൃത്യമായി ആസ്വദിക്കാൻ അറിയാം, അധികാരം പ്രയോഗിക്കാൻ അറിയാം. മതത്തിന് വേണ്ടിയാണ് അധികാരം പിടിക്കേണ്ടതെന്ന് പറയുന്നവരും അത് KM ഷാജിയല്ലേ. നമുക്ക് ആ തരത്തിലേക്ക് അതിൻ്റെ ഒരു അർത്ഥതലങ്ങൾ കൊണ്ടുപോയില്ല എങ്കിൽ കൂടി അധികാരം ഉപയോഗിച്ച് തങ്ങളുടെ കൂടെ ഒപ്പം നിൽക്കുന്ന വ്യവസായ ലോകത്തെ കൂടുതൽ പുഷ്ടിപ്പെടുത്താനും അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകാനും അവരെ വീണ്ടും ഒന്ന് ഉയരങ്ങളിലേക്ക് ഉന്തിവിടാനുമൊക്കെ ഈ സംവിധാനത്തിന് കഴിയും. മുസ്ലിം ലീഗിൻ്റെ ഒരു നിയന്ത്രണം
തുടർന്ന് വരുന്ന UDF മന്ത്രിസഭയിലുണ്ട്. അത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു യാഥാർത്ഥ്യമാണ്. മുസ്ലിം ലീഗിന് മുന്നിൽ കീഴടങ്ങിയില്ലേ ശശി തരൂർ, മുസ്ലിം ലീഗിന് മുന്നിൽ കീഴടങ്ങിയില്ലേ VD സതീശൻ. മറുവശത്ത് ഈ VD സതീശൻ ഒരു നിലപാടെടുത്ത് നമുക്ക് അംഗീകരിക്കാം. കാരണം വെള്ളാപ്പള്ളിക്ക് മുന്നിലും സുകുമാരൻ നായർക്ക് മുന്നിലും സതീശനെടുത്ത് നിലപാടിൽ വെള്ളം ചേർത്തിട്ടില്ല. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ നിലപാടിൽ വെള്ളം ചേർത്തിട്ടില്ല. കെ സുധാകരൻ വിഷയത്തിൽ നിലപാടിൽ വെള്ളം ചേർത്തിട്ടില്ല. പക്ഷെ സുധാകരനുമായുള്ള സതീശൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടതാണ്. സതീശൻ എല്ലാവരോടും കോർക്കും. ഉമ്മൻചാണ്ടിയെ നേർക്ക് നേർ നിന്ന് ഇവിടെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്നാണെങ്കിലും വെല്ലുവിളിച്ചിരുന്നു. പിന്നീട് സുധാകരനും സതീശനും തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒരിക്കൽ ഐ ഗ്രൂപ്പിൻ്റെ വലിയൊരു വക്താവായിരുന്ന സതീശൻ പിന്നീട് രമേശ് ചെന്നിത്തലയിൽ നിന്ന് അകന്ന് KC ഗ്രൂപ്പിലെത്തുന്നു. KCയോട് മാനസികമായി അകലം പാലിച്ച് ഇപ്പോൾ ഒറ്റയാനായി നിൽക്കുന്നു. പക്ഷേ അവിടെയൊക്കെ സതീശൻ്റെതായ കരുത്ത് കാട്ടുന്നുണ്ട്. എന്നാൽ ജനകീയത കൂടുതൽ MLA-മാരുടെ പിന്തുണ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. സമവായത്തിൻ്റെ ഒരു വക്താവാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തലയെ ഒരു പൊതുസമ്മതൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു കൂട്ടർ ഉയർത്തിക്കാട്ടുന്നത്. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോകുമെന്ന് പറഞ്ഞ പോലെ KC വേണുഗോപാൽ അപ്പുറത്ത് നിൽപ്പുണ്ട്. ഇതൊക്കെ കോൺഗ്രസിൻ്റെ ഒരു പൊതുചിത്രം. പക്ഷേ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് ഇന്ന് വൈകുന്നേരം നമ്മളിപ്പോൾ ചർച്ച തുടങ്ങി ഒരു 6 മണി, ഈ 6 മണി വരെയുള്ളൂ ഈ ഐക്യം. ഇനി അവർ തമ്മിൽ തല്ലാൻ തുടങ്ങും. ഇന്നലെ വരെ ഏതൊക്കെ ബൂത്തുകളിൽ ആരൊക്കെ പാര വെച്ചു അതിൻ്റെ വിശദാംശങ്ങൾ നാളെ മുതൽ നമുക്ക് കിട്ടും. ഇന്നലെ വരെ ആരൊക്കെ ഏതൊക്കെ നേതാക്കൾക്കെതിരെ ചതിപ്രയോഗങ്ങൾ നടത്തി അതിൻ്റെ വിശദാംശങ്ങൾ നാളെ ഇവർ തന്നെ പുറത്തേക്ക് വിടും. ഇവർക്കിടയിലുള്ള വഴക്ക് അല്ലെങ്കിൽ ഇവർക്കിടയിലുള്ള തർക്കങ്ങൾ നാളെ മുതൽ നമുക്ക് കേൾക്കാം. അതൊക്കെ ഒരു രസകരമായ ജനാധിപത്യത്തിൻ്റെ ഒരു ശൈലിയായി തന്നെ അതിനെ സ്വീകരിക്കാം. പക്ഷെ മറുവശത്ത് ഒരു ഡിക്റ്റേറ്റർഷിപ്പ് അവിടെ വീഴുന്നു എന്നൊരു പ്രതീതിയല്ല നിൽക്കുന്നത്. ഒരു പതിറ്റാണ്ട് കേരളം ഭരിച്ച പിണറായി വിജയൻ ഒരു പുരാവസ്തു പീസായി ഒടുവിലിപ്പോൾ LDF പെട്ടിയിലായിരിക്കുന്ന അവസ്ഥയാണ്. ഇനി എങ്ങോട്ടേക്കാണ് LDFൻ്റെ യാത്ര? UDFൽ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ തർക്കിക്കാനും വഴക്കുണ്ടാക്കാനും ജനാധിപത്യം സംസാരിക്കാനും ഒക്കെ ഒരുപിടി നേതാക്കളുണ്ട്. അവർക്ക് 2 തലത്തിൽ നോക്കുമ്പോൾ, ഒന്ന് മേലെ തട്ടിലുള്ള നേതൃഗണം നോക്കുമ്പോൾ ശക്തമായ സംഖ്യയുണ്ട്. ഇനി യുവതലമുറയുടെ കാര്യം എടുത്തേ, അബിൻ വർക്കി, PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ തുടങ്ങിയ യുവനിര, മാത്യു കുഴൽനാടൻ തുടങ്ങിയ ഒരു വലിയ നിര നേതാക്കൾ. ഇത്തരമൊരു ജനകീയ യുവനിരയെ വാർത്തെടുക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടുണ്ട്. വരും കാലങ്ങളിൽ കോൺഗ്രസ് കേരളത്തിൽ നിലകൊള്ളും, നിലയുറപ്പിക്കും എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഇത് കണക്കുകൂട്ടുന്നത്. മറുവശത്ത് വലിയ തർക്കങ്ങൾ ആളുകൾ പറയുന്നു എങ്കിലും 30 സീറ്റുകളിൽ വലിയ ചലനമുണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞു. BJP കുറച്ചുകൂടി പ്ലാൻഡായിട്ട് നീങ്ങിയിരുന്നു. ആ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ കുറച്ചുകൂടി അവധാനത പുലർത്തിയിരുന്നു എങ്കിൽ ഇതായിരുന്നില്ല BJP കേരളത്തിൽ സൃഷ്ടിക്കുന്ന ഒരു ചലനം. ഭരണവിരുദ്ധ വോട്ടുകൾ തന്നെയാണ് BJPയുടെ ലക്ഷ്യം. ഒരു വശത്ത് UDFനെ മുസ്ലിം ലീഗ് വിഴുങ്ങുന്നു എന്ന യാഥാർത്ഥ്യബോധം, ആ യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ട വലിയൊരു ഹൈന്ദവ സമുദായം, അവരിൽ വലിയൊരു വിഭാഗത്തിൻ്റെ വോട്ടുകൾ ആകർഷിക്കാൻ BJP ശ്രമം നടത്തി. അതാണ് തെക്കൻ കേരളത്തിൽ നമ്മൾ കാണുന്നത്, തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ കാണുന്നത്. എന്നാൽ മധ്യ കേരളത്തിൽ അത് അത്ര കണ്ട് BJPക്ക് അനുകൂലമാകുന്നില്ല. മധ്യ കേരളത്തിൽ അറിയാം, പൂഞ്ഞാറ്, പാല തുടങ്ങിയ മണ്ഡലങ്ങൾ അത് BJPയിലേക്ക് കടന്നു വന്ന ആ ഒരു ക്രിസ്ത്യൻ നേതാക്കളുടെ ഒരു കൂടുതൽ ജനകീയത കൊണ്ടാണ് അവർക്ക് കൂടുതൽ അവിടെ ഒരു പ്രതീക്ഷ വന്നത്. പക്ഷേ എങ്കിൽ പോലും അവിടെയൊക്കെ വോട്ടുകൾ വിഘടിക്കാനും ഒരു പക്ഷേ LDF സ്ഥാനാർത്ഥികൾക്ക് അവിടെ സ്പേസ് നേടിക്കൊടുക്കാൻ അത് ഇടവരുത്തി. BJPയുടെ ഈ കടന്നുവരവ്, ഈ ചലനം, അത് ഭരണവിരുദ്ധ വോട്ടുകൾ കൂടുതൽ വിഘടിക്കാൻ ഇടവരുമോ? അങ്ങനെ വന്നാൽ മാത്രമേ ഇടതുപക്ഷത്തിന് പ്രതീക്ഷയുള്ളൂ. ഒരു കാര്യം വ്യക്തമാണ്, ഭരണത്തിനെതിരെ കൃത്യമായ വിലയിരുത്തൽ കേരളത്തിൽ നടന്നു. ഭരണത്തിനെതിരെ വലിയൊരു വോട്ട് ഇപ്പോൾ വീണു, പെട്ടിയിലായി. അപ്പോൾ നമുക്ക് ഈ ഭരണവർഗത്തെ A എന്ന് അഭിസംബോധന ചെയ്താൽ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന B UDF ടീം, C NDA ടീം. Bയും Cയും കൂടെ വാങ്ങിയിരിക്കുന്നത് ഈ A ടീമിനേക്കാൾ വളരെ കൂടുതൽ വോട്ടായിരിക്കും. പക്ഷെ അവിടെ വിജയം നിശ്ചയിക്കുന്നത് ഈ ത്രികോണ മത്സരത്തിലെ റിസൾട്ടിനെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ വിജയി എന്ന് പറയുന്നയാൾ ആരാണെങ്കിലും അത് ആപേക്ഷികമാണ്. ഭരണവിരുദ്ധത കൃത്യമായി നമ്മൾ ബൂത്തുകളിൽ കാണുന്നു, ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ കാണുന്നു.
സമൂഹത്തിലെ സ്വാധീന ശക്തിയുള്ള വ്യക്തികളുടെ പ്രതികരണങ്ങളിൽ കാണുന്നു. ഭരണവിരുദ്ധ വോട്ടുകൾ വീണു. അതിപ്പോൾ പോളിംഗ് ബൂത്തുകളിലെ ആ വോട്ടിംഗ് മെഷീനുകളിൽ കൃത്യതയോടെ രേഖപ്പെടുത്തി കഴിഞ്ഞു. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഭരണവിരുദ്ധത കാണാം. പക്ഷേ ആര് ഭരിക്കും അതേക്കുറിച്ച് ഇപ്പോൾ പ്രവചിക്കുക വയ്യ. കാരണം അതൊക്കെ ജനങ്ങളാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി നാളെ മുതൽ എല്ലാ മുന്നണിയിലും LDF അത്ര ഭദ്രമൊന്നുമല്ല. LDF ഒരു കുറച്ച് ദിവസം കൂടി പിണറായിയെ പേടിച്ച് എല്ലാവരും നിൽക്കും. ഇതിനിടയിൽ ഇന്നിപ്പോൾ പോലീസുകാർ ഞങ്ങൾ കാര്യം പേടിയില്ല എന്ന് പറയുന്ന പോലെ നാളെ മുതൽ ഉദ്യോഗസ്ഥർ ഭയമില്ലാതെ തല ഉയർത്തും. കാരണം അവർക്കൊക്കെ ഒരു വിചാരമായി ഇപ്പോൾ ഈ സർക്കാർ പോകുമെന്ന്. അത് പോലീസിലുണ്ട്, ഉദ്യോഗസ്ഥർക്കിടയിലുണ്ട്, സാധാരണ ജനങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് ഇനി നാളെ ഞാൻ LDF MLA ആണ്, ഞാൻ ഇനി വരാൻ പോകുന്ന മന്ത്രിസഭയുടെ ഭാഗമാകും എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ജനങ്ങൾക്കിടയിലേക്ക് ചെന്ന പോട എന്നുള്ളൊരു മട്ടിൽ, എടാ ഡാഷ് മോനെ എന്നുള്ള മട്ടിൽ ആളുകൾ അതിനെ കാണും. ഏറ്റവും സങ്കീർണമായ ഒരു തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടന്നത്. ഇതിൽ ജനങ്ങളുടെ മനസ്സ് എങ്ങനെയാണ് ചലിച്ചത് എന്നൊക്കെ സോഷ്യൽ എഞ്ചിനീയറിംഗ് വെച്ച് അളക്കാനൊന്നും കഴിയില്ല. അത് നമുക്ക് കാത്തിരിക്കാം മെയ് 4 വരെ. ഇവിടെ പക്ഷേ പിണറായി വോട്ട് ചെയ്ത് പുറത്തിറങ്ങുമ്പോഴും ജനങ്ങൾ ഞങ്ങൾക്കൊപ്പം, ഞങ്ങൾ ജനങ്ങൾക്കൊപ്പം എന്നൊക്കെ വലിയ പ്രഖ്യാപനം നടത്തുന്നു. അതുപോലെ തന്നെ രേവന്തിന് അന്ന് മറുപടി കൊടുത്തത് ഡാഷ് മോനെ ഇതിനൊക്കെയുള്ള മറുപടി പിന്നെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞങ്ങൾ തരാം എന്നൊക്കെയുള്ള ഒരു ഇപ്പോഴും ഒരു വലിയ കോൺഫിഡൻസ് കാണിക്കുന്നുണ്ട്. അത് പുറമേ രേവന്തിന് എന്തോ പണിയൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു. പുറമേ അങ്ങനെ ഒരു വലിയ വെല്ലുവിളി ഇപ്പോഴും നടത്തുന്നുണ്ട്. പക്ഷേ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന പിണറായിയെ നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം, ഈ പറയുന്ന പോലെ തന്നെ അവസാന നിമിഷമൊക്കെ ഹിന്ദു വോട്ടുകൾ പെട്ടിയിലാക്കാൻ വേണ്ടി ഓടുന്ന ഒരു CPM-നെ നമ്മൾ കണ്ടു. ഈ പറയുന്ന പോലെ തന്നെ സുകുമാരൻ നായരെ സോപ്പിടുന്നു, വെള്ളാപ്പള്ളിയെ കാറിൽ കൊണ്ട് ഇറക്കുന്നു. പക്ഷേ തൊട്ടപ്പുറത്ത് ആ സമയത്തേക്ക് മുസ്ലിം സംഘടനകളുമായി ഒത്തിരി അങ്ങ് അകന്നു മാറി നിൽക്കുന്ന ഒരു CPM-നെയും നമ്മൾ കണ്ടു. ഇത് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നു. 2001 തെരഞ്ഞെടുപ്പിൽ, 2021 തെരഞ്ഞെടുപ്പിൽ അന്ന് മുസ്ലിം സമുദായ വോട്ടുകൾ CPM-ന് LDF പെട്ടിയിൽ വീഴാൻ ഇടവരുന്നു. പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള വോട്ടുകൾ, ഹൈന്ദവ സമുദായത്തിൽ നിന്നുള്ള വോട്ടുകൾ വലിയ തോതിൽ ചോർന്നു എന്ന് CPM തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അതിൻ്റെ ഒരു തിരുത്തലാണ് 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച പാളിച്ച. അത് പരിഹരിക്കാനാണ് LDF-ഉം CPM-ഉം ഒക്കെ ഇപ്പോൾ ശ്രമിച്ചത്. കുറച്ച് അവരുടെ ഒരു വോട്ട് ബേസ് എന്ന് പറഞ്ഞാൽ ഹൈന്ദവ വോട്ടുകൾ, പ്രത്യേകിച്ച് ഈഴവ വോട്ടുകളാണ്. അത് വലിയ തോതിൽ BDJS വഴിയും നേരിട്ട് BJP-യിലേക്ക് ചോർന്നു പോകുന്നു എന്ന പേടി, NSS വോട്ടുകൾ വലിയൊരു വിഭാഗം BJP-യിലേക്ക് പോകുന്നുവെന്ന ഒരു ഭീതി, ആ ഭീതിയാണ് ഹൈന്ദവ വോട്ടുകളെ ഏകോപനത്തോടെ തങ്ങളുടെ പെട്ടിയിലാക്കാമെന്നവർ നിരൂപിക്കാനുള്ള കാരണം. മറുവശത്ത് UDF-ൻ്റെ ഒരു കോൺഫിഡൻസ് ഇക്കുറി മുസ്ലിം ലീഗും മുസ്ലിം സമുദായ വോട്ടുകളുമൊക്കെയാണ്. പിന്നെ മധ്യ തിരുവിതാംകൂറിലെ ക്രൈസ്തവ വോട്ടുകൾ അതവരെ രക്ഷിക്കുമോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇക്കുറി നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം ഉറപ്പിക്കാം, സമുദായ സംഘടനാ നേതാക്കളൊന്നും പരസ്യമായി ഇന്ന മുന്നണിക്കാണ് തങ്ങളുടെ പിന്തുണയെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയില്ല. വെള്ളാപ്പള്ളി ഒഴികെ മറ്റ് പ്രബല സംഘടനകളോ വിഭാഗങ്ങളോ പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തിയില്ല. മാധ്യമങ്ങൾ തികച്ചും നിഷ്പക്ഷത പാലിച്ചു എന്ന് നമുക്ക് പറയുക വയ്യ. ഇടതുപക്ഷ ചായ്വിലാണ് മാധ്യമങ്ങൾ അവരുടെ വാർത്തകൾ പ്രസിദ്ധീകരിച്ചും ഒപ്പീനിയൻ സർവേ ഒക്കെ റിസൾട്ട് വിട്ടുമൊക്കെ പരമാവധി LDF-നെ സഹായിച്ചിട്ടുണ്ട്. ആകെ കലങ്ങി മറിഞ്ഞ ഒരു അന്തരീക്ഷം. ഈ കലക്കവെള്ളത്തിൽ നിന്ന് ഒരു തെളിമ മെയ് 4 വരുമ്പോൾ ആരായിരിക്കും പുറത്തേക്ക് വരിക എന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും VD സതീശൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ കെ സുധാകരൻ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ പോകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്നുള്ള മറുപടികൾ. എന്തായാലും മെയ് 4-ന് മനസ്സിലാകും, ഒരു ചിത്രം നമുക്ക് വ്യക്തമാകും. കാരണം ഭരണവിരുദ്ധ വികാരത്തിൻ്റെ നെഞ്ചിലാണോ ജനം വോട്ട് കുത്തിയത് എന്നുള്ളത് ഭരണവിരുദ്ധ വികാരമായിരുന്നു മാനദണ്ഡമെങ്കിൽ UDF-ന് 100 സീറ്റ് കിട്ടിയേനെ. പക്ഷേ ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പേരിൽ വരുന്ന വോട്ടുകൾ കുറേ അധികം വിഘടിച്ചു പോയി NDA മുന്നണിയിലേക്കും UDF. ഇത്തവണ ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, BJP-ക്ക് പ്രതീക്ഷയുണ്ടോ? ഒരു സീറ്റ് 5 സീറ്റൊക്കെയാണ് പറഞ്ഞിരുന്നത്. BJP-ക്ക് പിന്നെ തികച്ചും പ്രതീക്ഷയുണ്ട്. ഒരു 5 സീറ്റ് വരെ പ്രതീക്ഷിക്കുന്നുണ്ട്. 2-3 സീറ്റ് ഉറപ്പായിട്ട് കിട്ടും. കാത്തിരുന്ന് കാണാം, നോക്കാം. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ ചർച്ചകളും. അല്ലെങ്കിൽ വലിയൊരു തരംഗം വന്ന് BJP ആളുകൾ ഇഗ്നോർ ചെയ്ത് BJP ഇക്കുറി വലിയ ചലനമൊന്നും സൃഷ്ടിക്കില്ല എന്ന് മനസ്സിലാക്കി നേരെ ഈ വോട്ടെല്ലാം UDF-ന് കൊടുത്തിട്ടുണ്ടാവണം. ജനങ്ങൾ എന്താ കരുതിയത് നമുക്ക് കാത്തിരുന്ന് കാണാനേ പറ്റുള്ളൂ. നന്ദി, നമസ്കാരം.